അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്മത്തുൽ അംബിയ, ഇൻഫാലബിലിറ്റി ഓഫ് പ്രൊഫറ്റ്സ് എന്നതാണ് വിഷയം. ഇൻഫാലബിലിറ്റി ഓഫ് പ്രൊഫറ്റ്സ് എന്ന ഈ ഒരു വിഷയത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമിലുള്ള ഒരുപാട് ടേംസ് അത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത് പ്രയാസമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രൊഫറ്റ് എന്നതിനർത്ഥം പ്രവചിക്കുന്ന ആൾ. എന്നാൽ ഇസ്ലാമിൽ നബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു പ്രവചിക്കുന്ന ആൾ എന്നല്ല. നബി എന്നതുകൊണ്ട് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിച്ച ഒരു മനുഷ്യൻ എന്നാണ് ഇസ്ലാം നബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിനെ പ്രൊഫറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. ഇനി ഇസ്മത്ത് എന്താണ് ഇൻഫാലബിലിറ്റി എന്ന് പറയുന്നത്? ഇൻഫാലബിലിറ്റിക്ക് ഇസ്ലാമിക് സ്കോളേഴ്സ് നൽകുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംരക്ഷിക്കുക ദോഷങ്ങളിൽ നിന്ന്. ഏത് രീതിയിലായിരിക്കണം ആ സംരക്ഷണം? ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പിന്നെ ഒരു കാലവും തെറ്റ് സംഭവിക്കുക എന്നുള്ളത് അസാധ്യം, അത് ഇമ്പോസിബിൾ ആകണം. ആ ഒരു രീതിയിൽ ഒരു മനുഷ്യനെ അല്ലാഹു തആല ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ഇസ്മത്ത് എന്ന് പറയുക. എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട് ഇസ്മത്തുൽ അംബിയ എന്ന വിഷയത്തിൽ? അതായത് ഇസ്ലാമിൽ പ്രവാചകന്മാർക്ക്, ഇസ്ലാമിൽ നബിമാർക്ക് ഇൻഫാലബിലിറ്റി ഉണ്ടോ ഇല്ലേ? അഹ്ലുസുന്ന എന്ത് പറയുന്നു? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൻ്റെ അൽ മൻഹുൽ മക്കിയ ഫീ ശറഹിൽ അംസിയ എന്ന കിതാബിൽ 2-ാം വാള്യത്തിൽ 599-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അമ്പിയാക്കളിൽ നിന്ന് ഒരു കാലത്തും തെറ്റ് സംഭവിക്കുകയില്ല. അവിടെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉലമാവിനിടയിലുണ്ടെങ്കിലും അവിടെ മുഅ്തമദായിട്ട് ഏറ്റവും പ്രോപ്പറായ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പറയുന്നത്, അത് നുബുവത്തിന് മുമ്പോ ശേഷമോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചെറിയതായോ വലിയതായോ ഒരു രീതിയിലുള്ള ദോഷവും അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാകുകയില്ല എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്ന് ഏറ്റവും മുഅ്തമദായത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. സമാനമായ ആശയം ബാജൂരിയിൽ ഹാഷിയത്തുൽ ബാജൂരി അലാ ജൗഹറത്തുൽ തൗഹീദ് 72-ാം പേജിലും അതുപോലെ ഖാദി അയ്യാദ് തങ്ങളുടെ അശിഫായിൻ്റെ 2-ാം വാള്യം 147-ാം പേജിലും ഈ സമാനമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം നമുക്ക് കാണാൻ കഴിയും. ഇനി എന്താണ് ഇതിനുള്ള എവിഡൻസ്? ഒരു വാദം പറയുമ്പോൾ, ഇസ്ലാമിൽ ഒരു സ്റ്റാൻഡ് നമ്മൾ പറയുമ്പോൾ അതിന് എവിഡൻസ് ആവശ്യമാണല്ലോ. അപ്പോൾ എന്താണ് ഇസ്മത്തുൽ അംബിയ അത് വാജിബാണ് എന്നതിൻ്റെ എവിഡൻസ്? ആദ്യമായിട്ട് നമുക്ക് ഇൻ്റലക്ച്വൽ എവിഡൻസ് എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് അംബിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് അയക്കുന്നതിന് എന്തിനാണ്? നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഓരോ നബിമാരും ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഈ സമൂഹത്തിലുള്ള തെറ്റുതിരുത്താനും അവരെ കണ്ടുകൊണ്ട് ജനങ്ങൾ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാനും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്താനുമാണ്. പിന്നെ ആ ഒരു പ്രവാചകൻ തന്നെ, ആ ഒരു നബി തന്നെ തെറ്റു ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കോൺട്രാഡിക്ഷൻ സംഭവിക്കുകയാണ്. അതാണ് ഒന്നാമതായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ എവിഡൻസ് ഇസ്മത്തുൽ അംബിയ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഒരു നബി നിങ്ങളിലേക്ക് എന്താണോ കൊണ്ടുവരുന്നത് അത് മുഴുവനും നിങ്ങൾ മുറുകെ പിടിക്കണം. നബി എന്തെല്ലാം നിങ്ങളോട് വിരോധിച്ചോ അത് മുഴുവനും നിങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ, ഒരു നബിയുടെ ജീവിതത്തിൽ തന്നെ പിഴവ് കടന്നു വരികയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെറ്റ് ചെയ്യാൻ സമ്മതം നൽകുകയാണോ എന്ന് ഒരു ചോദ്യം മറുത്തു വരും. അതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ, ഇൻ്റലക്ച്വലായിട്ട് നമ്മളൊന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഇസ്മത്തുൽ അംബിയ നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെക്സ്ച്വൽ എവിഡൻസുകളാണ്. നമുക്ക് ബുദ്ധിപരമായിട്ട് പല വിഷയങ്ങളും സമർത്ഥിക്കാമെങ്കിലും ആ ഒരു ആശയം വിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നതും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നു, ലാ യനാലു അഹദുൽ ളാലിമീൻ, എൻ്റെ ഈ ഒരു ഉടമ്പടി അത് അക്രമികളായ ആളുകൾക്ക് ലഭിക്കുകയില്ല. ഇവിടെ തഫ്സീറുൽ കബീറിൽ മഹാനായ റാസി, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ അഹദ് എന്നതുകൊണ്ട് 2 സാധ്യതയാണ് മുഫസ്സിരീങ്ങൾ കാണുന്നത്. അഹദ് എന്നത് ഒന്നിരിക്കൽ ഇമാമത്ത് എന്നായിരിക്കാം. അപ്പോൾ ഇമാമത്ത് ഒരിക്കലും അക്രമികൾക്ക് ലഭിക്കുകയില്ല എന്നൊരർത്ഥം വെക്കാം. അല്ലെങ്കിൽ നുബുവത്ത് എന്ന് തന്നെ ഈ അഹദിന് അർത്ഥം വെക്കാം. രണ്ടായാലും എല്ലാ അമ്പിയാക്കളും ഇമാമിങ്ങളാണ്. അപ്പോൾ രണ്ടർത്ഥം വെച്ചാലും
ഈ ഇമാമത്ത് എന്നർത്ഥം വെച്ചാലും നുബുവത്ത് എന്ന ഇതിനർത്ഥം വെച്ചാലും അത് ളാലിമീങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ കൂടെ രണ്ടാമതൊരു പ്രിമൈസസ് കൂടെ ചേർത്ത് വെക്കുമ്പോൾ, അതായത് എല്ലാ ദോഷം ചെയ്യുന്നവരും ളാലിമുൽ ലിനഫ്സി, തൻ്റെ സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യുന്നവരാണ് എന്ന അർത്ഥം ഈ ഒരു പ്രിമൈസും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഒരിക്കലും അമ്പിയാക്കള് ദോഷം ചെയ്യുകയില്ല എന്നത്. രണ്ടാമത്, ഇത് തഫ്സീറുൽ കബീറിൽ 3-ാം വാള്യത്തിൽ 42-ാം പേജിൽ മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഈ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. മയ്യുത്തിഉർ റസൂല ഫഖദ് അത്വഅല്ലാഹു എന്ന് മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും ഒരു റസൂലിന് വഴിപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഈ ആയത്ത് നമ്മൾ വായിക്കണം. അതായത് ആ റസൂലിൻ്റെ വാക്ക് അത് മാതൃകയാക്കുക, അല്ലെങ്കിൽ റസൂലിൻ്റെ പ്രവർത്തനം മാതൃകയാക്കുക, റസൂലിൻ്റെ മൗനാനുവാദങ്ങൾ മാതൃകയാക്കുക. ഇങ്ങനെ ആരെങ്കിലും മാതൃകയാക്കിയാൽ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവനാണ് റസൂലിന് വഴിപ്പെടുന്നതിലൂടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ദോഷം ചെയ്യുന്ന ഒരു റസൂലിനെ മാതൃകയാക്കുന്നവർ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാകുന്നത് എന്ന് രണ്ടാമതൊരു തെളിവായിട്ട് ഇസ്മത്തുൽ അംബിയാനെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിനെതിരെ വരുന്ന ആശയങ്ങളും ഒരുപാട് തഫ്സീറുകളും താരീഖുകളും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഹദീസുകളിലും തഫ്സീറുകളിലുമൊക്കെ ഈ ഒരു ആശയത്തിനെതിരായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നതാണ് അടുത്ത ചോദ്യം. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ ഹദീസിയിൽ 72-ാം പേജിലും തുഹ്ഫത്തുൽ മുഹ്താജിൽ 2-ാം വാള്യത്തിൽ 206-ാം പേജിലും പറയുന്നുണ്ട്, ഈ ഒരു ആശയത്തിനെതിരായി വരുന്ന മുഴുവൻ തഫ്സീറുകളും ഹദീസുകളും അത് മുഴുവനും ദുർബലമാണ്, അതെല്ലാം തള്ളേണ്ടതാണ് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നു. ഇനി അതിൽ നിന്ന് തന്നെ സ്വഹീഹായ ഉദ്ധരണികളും തഫ്സീറുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് തഅ്വീൽ ചെയ്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ആശയത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാലാമതായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഇത്തരത്തിൽ ഇസ്മത്തുൽ അംബിയാനെതിരായിട്ട് വന്ന ഒരുപാട് തഫ്സീറുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. അതിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കുമെന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് ഒന്നാമത്. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചപ്പോൾ അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അസ്വാ ആദമു റബ്ബഹു എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ഇവിടെ അസ്വാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാജിബായതോ അല്ലെങ്കിൽ വാജിബായ ഒരു അമ്രിനെ എതിര് ചെയ്തു എന്നല്ല. മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തൻ്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, അസ്വാ എന്നതിന് അതിൻ്റെ ഭാഷാർത്ഥമാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് ഇർഷാദിൻ്റെ അമ്രിനെ എതിര് ചെയ്തു. അതുകൊണ്ട് ഇർഷാദിൻ്റെ അമ്രിനെ എതിര് ചെയ്യുക എന്നുള്ളത് ദോഷമായി മാറുകയില്ല. ഇത്തരത്തിൽ ഒരുപാട് തഫ്സീറുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ സൈനബാബിയുമായിട്ടുള്ള വിവാഹവുമെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇസ്മത്തുൽ അംബിയ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് മൗദൂദികളും പുത്തനാശയക്കാരും എല്ലാം ഇസ്മത്തുൽ അംബിയ എന്ന വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. മൗദൂദി തൻ്റെ തഫീമാത്തിലും ഖുത്ബത്തുൽ ജുമാ എന്ന കിതാബിലും പറഞ്ഞു വെക്കുന്നുണ്ട്, അമ്പിയാക്കളിൽ നിന്ന് അള്ളാഹു തആല ചിലപ്പോൾ അവൻ്റെ ഇസ്മത്ത് ഊരുകയും അവർ 1-2 ദോഷങ്ങളും ഒക്കെ ചെയ്യും. കാരണം അവർ അള്ളാഹു അല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഉള്ളതാണിത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്മത്തുൽ അംബിയായിനെ ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരുപാട് വാദങ്ങൾ മുബത്തദികളിൽ നിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയം വളരെ ആഴത്തിൽ പഠിക്കേണ്ടത് നമ്മുടെ ഒരാവശ്യകതയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.